ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. കഴിഞ്ഞ 2 വീഡിയോകളിലായി ഭാര്യ ഭർത്തൃബന്ധത്തെപ്പറ്റി ചിന്തിക്കുവാൻ ഇടയായി. അതായത് പൗലോസ് അപ്പോസ്തലന്റെ കാഴ്ചപ്പാടിൽ കൂടെ തൻ്റെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനനുസരിച്ച് ചില ചിന്തകൾ. ഇന്ന് അതിൻ്റെ ആകമാനമായ പശ്ചാത്തലമായ ഭവനത്തെപ്പറ്റി, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമുണ്ടാകണം എന്ന താല്പര്യമുണ്ട്. തങ്ങളുടെ കുടുംബജീവിതം മനോഹരമാകണം എന്ന് സ്വപ്നം കാണുന്ന ആളുകളാണ് എല്ലാവരും. കവി അങ്ങനെ പറയുന്നതുമുണ്ട്. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടാൽ സ്വർഗം നാണിക്കുന്നു ഇന്നും, സ്വർഗം നാണിക്കുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടാൽ സ്വർഗം നാണിക്കുന്നു ഇന്നും, സ്വർഗം നാണിക്കുന്നു എന്ന മനുഷ്യന്റെ കൽപ്പനയാണ്, മോഹമാണ്, സ്വപ്നമാണ്. എങ്കിലും അങ്ങനെ സ്വപ്നം കാണുന്ന വ്യക്തികൾ പോലും സന്തോഷപരമായ ഒരു കുടുംബജീവിതം നയിക്കേണ്ടതിന് നാം എപ്രകാരമാണ് നമ്മെ തന്നെ സജ്ജമാക്കേണ്ടത്, അതിൽ നിലവിൽ ആകേണ്ട കരുതലുകൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ സംതൃപ്തമായ കുടുംബജീവിതത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. അതുകൊണ്ട് അപ്രകാരം ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതവും പ്രയോജനകരവുമാണ് എന്ന ഒരു സങ്കല്പത്തിൽ അപ്രകാരമുള്ള ചിന്തകളിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും സാദരം സസ്നേഹം ക്ഷണിച്ചുകൊള്ളു. ഇതൊരു പഠനം എന്ന വിധത്തിലാണ് ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത് കൊണ്ട് കൃത്യമായി നോട്ട് എഴുതി ഇനിയും അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ നോട്ടിൽ മാത്രം ക്യാമറ കേന്ദ്രീകരിച്ച് നമ്മുടെ അന്വേഷണം 2 വീഡിയോകളായി മുൻപോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോൾ ഇവിടെ എന്നെ ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത് ഹെൽത്തി ഫാമിലി, ഹാപ്പി ഹോം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് കുടുംബജീവിതത്തെ പറ്റി വളരെയധികം ഭാരം അനുഭവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ആദ്യമായി ഞാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ബർഡൻ ഓഫ് ബീയിങ് ലെസ് ദാൻ വൺ സെൽഫ്. രണ്ടാമത് ദ ടിറണി ഓഫ് റുട്ടീൻ. ഞാനതൊന്ന് വിശദീകരിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ നട്ടെല്ല് ഭാര്യ ഭർത്തൃ ബന്ധമാണ് എന്ന് നാം കഴിഞ്ഞ 2 വീഡിയോയിൽ കണ്ടു. 2 പേർ പങ്കെടുക്കുന്ന ഒരു ബന്ധത്തിൽ അതിലേർപ്പെടുന്ന 2 വ്യക്തികളുടെയും അപാകതകളും അപര്യാപ്തതകളും ന്യൂനതകളും പരസ്പര പൂരിതമാകുകയും കൂടുതൽ പ്രയാസങ്ങൾ, കൂടുതൽ വിമിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നത് തികച്ചും യുക്തിയാണ്. അതുകൊണ്ട് ബന്ധത്തിലേർപ്പെടുന്ന വ്യക്തികൾ അവർക്ക് അപ്രകാരം ഒരു അവകാശം അല്ലെങ്കിൽ ആനുകൂല്യം പ്രാപിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപൂർണരായ 2 വ്യക്തികൾ ഒരു ബന്ധം സ്ഥാപിച്ചാൽ ആ ബന്ധത്തിൻ്റെ അപൂർണത 1 + 1 2 എന്നല്ല, 1 മൾട്ടിപ്ലൈഡ് ബൈ 10 10 ഇരട്ടി വർദ്ധിക്കാനാണ് സാധ്യത. ഈ കാലത്ത് വ്യക്തികളുടെ ആന്തരികമായ വളർച്ചയിൽ ഗണ്യമായ ശോഷണം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാര്യാഭർത്തൃ ബന്ധമല്ല മറ്റെല്ലാ ബന്ധങ്ങളിലും മനുഷ്യൻ വിമിഷ്ടം അനുഭവിക്കുകയും ബന്ധനങ്ങളാണ്, ബന്ധങ്ങൾ ഭാരമാണ്. അത്
ഇല്ലാതെ വയ്യ, ഉണ്ടായാൽ അതിലും വയ്യ എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ച് പോകും. ഇതിന് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആരോഗ്യപരമായ വളർച്ചയല്ലാതെ മറ്റ് യാതൊരു പോംവഴിയുമില്ല. ആത്മീയതയുടെ പരമപ്രധാനമായ ലക്ഷ്യമായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആരോഗ്യപരമായ വളർച്ചയാണ് എന്ന് ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി ചെയ്ത് നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ള എല്ലാ വീഡിയോകളിലും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് പല വിധത്തിൽ പല വീക്ഷണങ്ങളിൽ ഈ ഒരു ആശയം ഞാൻ തുടർന്ന് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുടുംബജീവിതം ഒരു ഭാരമാണ് എന്ന് തോന്നുകയും അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നാം ആയിത്തീരുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിത്വത്തിൽ വേണ്ടതുപോലെ വളർച്ചയും പക്വതയും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വന്നൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ബന്ധം ന്യായമായും വീർപ്പുമുട്ടലിൻ്റെ ബന്ധം മാത്രമായിരിക്കും എന്നത് യുക്തി മാത്രമാണ്. അതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമതായി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ദ ടിറണി ഓഫ് റുട്ടീൻ. നമ്മൾ കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ ചില പ്രക്രിയകൾ മാത്രം എല്ലാ ദിവസവും ഒന്നുപോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആവർത്തന വിരസത ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തമായ ചില പ്രക്രിയകളുടെ ആകെത്തുകയാണ് നമ്മുടെ കുടുംബജീവിതം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഘടകം ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എ അഗ്രവേറ്റ്സ് ബി. അതായത് വേണ്ടതുപോലെ വ്യക്തിത്വത്തിൽ വികസനമില്ലാത്ത ആളുകൾ ഒരു ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധത്തിൻ്റെ ഉള്ളടക്കം നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആവർത്തനം മാത്രമാണ്. അതിൽ യാതൊരു പുതുമയുമില്ല. അതിൻ്റെ സാധ്യതകൾ തികച്ചും പരിമിതമാണ്. ഇംഗ്ലീഷിൽ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് എന്ന് പറയും. തിന്നുന്നു, ഉറങ്ങുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, പിന്നെ കുറച്ചു നേരം ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്നു. ഇങ്ങനെ വളരെ പരിമിതമായ സാധ്യതകൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ന്യായമായും ഈ ആവർത്തന വിരസത ഉണ്ടാകുകയും അത് നമ്മെ നന്നേ അലട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതേണ്ട കുടുംബജീവിതം ഒരു ഭാരമാണ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ തോന്നുവാനിടയാകുന്നത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാം. നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ദിനചര്യകളുടെ മാത്രം ആകത്തുകയാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ പുതുമയില്ലാതെ അല്ലെങ്കിൽ പുതുമ പരിപൂർണമായി നശിച്ച് വെറും പഴഞ്ചൻ രൂപത്തിൽ പണ്ടെവിടെയോ കേട്ട ഒരു ഈണം ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കുന്നു? 10 വർഷം 30 വർഷം ആ ഒരേ ഈണം മൂളിക്കൊണ്ടിരിക്കുന്ന പോലെ കുടുംബജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആ ഒരു ആവർത്തനം, അതായത് പരിമിതമായ റേഞ്ചിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ഒരു വിരസത, ഈ ഒരു ബോറടി, അതിൽ നിന്ന് വല്ല വിധേനയും എന്തെങ്കിലും ഒരു ആശ്വാസം പ്രാപിപ്പാനായി എന്ത് ചെയ്യാമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ 2 സാധ്യതകൾ നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഒന്ന്, ഈ ആവർത്തന വിരസത അല്പം ഒന്ന് കുറച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെ നൈമിഷികമായി ഒന്ന് മാറ്റുക. അത് ആളുകളുണ്ട് എവിടെയെങ്കിലും ടൂറിന് പോകുന്നു, അല്ലെങ്കിൽ വെളിയിൽ പോയി ഒരു ആഹാരം കഴിക്കുന്നു, അതിനപ്പുറത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ബാഹ്യമായ അവസ്ഥയിൽ മാറ്റം വരുത്തിയാൽ താൽക്കാലികമായി അല്പം നേരത്തേക്കെങ്കിലും ഈ ആവർത്തന വിരസത എന്ന് പറയുന്ന അസഹനീയമായ ബോറടിയിൽ നിന്ന്, ഭാരത്തിൽ നിന്ന് അല്പം ആശ്വാസം പ്രാപിക്കാമെന്ന ഒരു കരുതൽ. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല. അതായത് നമ്മെ തന്നെ മാറ്റുക, സാഹചര്യങ്ങൾ മാറ്റുക, അതിന് പകരം നമ്മെ തന്നെ മാറ്റുക. എങ്ങനെയാണ് നാം നമ്മെ തന്നെ മാറ്റുന്നത്? നമ്മുടെ ശരീരം മാറ്റാനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ആകൃതി മാറ്റാനോ നമുക്ക് സാധ്യമല്ല. പക്ഷേ
മനുഷ്യന്റെ വ്യക്തിത്വത്തിലെ മാറ്റം എന്ന് പറയുന്നത് അവന്റെ വളർച്ചയാണ്. നിരന്തരം വളർന്നുകൊണ്ടിരിക്കുക നാം നമ്മോട് കാണിക്കുന്ന നീതിയും ന്യായവും സ്നേഹവുമാണ്. അപ്പൊ എല്ലാവരും അവരെ തന്നെ സ്നേഹിക്കണം. അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നിന്നെ സ്നേഹിക്കണം എന്നതാണ് അതിൻ്റെ പ്രഥമമായ കടമ. നാം നമ്മെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി വളരുക എന്നാണ് അർത്ഥം. വളരാത്തവർ അങ്ങനെ നിൽക്കുന്നു. ഇംഗ്ലീഷിൽ സ്റ്റാഗ്നേഷൻ എന്ന വാക്കാണ്. അത് മരണത്തിന് തുല്യമാണ്. വളരാത്തവൻ തളർന്നു പോകും. തളർച്ച മരണത്തിൻ്റെ വക്കിൽ നമ്മെ സ്ഥാപിക്കും. അത് മനുഷ്യ ജീവിതത്തെ വളരെ വികൃതമാക്കും. ഇതൊക്കെ തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. മതത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ ഓർത്തഡോക്സി, അതായത് പണ്ടത്തെ കാര്യങ്ങൾ അതുപോലെ അതേ വാക്ക്, അതേ പുള്ളി, അതേ കോമ, അതേ കുരിശുവരപ്പ്, അതേ ബാറയ്ക്ക് മൊറോനടി, അതിൽ അല്പം അങ്ങോട്ട് മാറിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന ധാരണയിൽ, അതാണ് മതത്തിൻ്റെ ഏറ്റവും ഭക്തിയേറിയ അവസ്ഥയെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ യേശു തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൻ എല്ലാറ്റിലും പുതുമ കൊണ്ടുവന്നു. യേശു ഒരു കാര്യവും ആവർത്തിച്ചിട്ടില്ല എന്ന് സുവിശേഷങ്ങളോട് ബന്ധമുള്ളവർ, പരിചയമുള്ളവർ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ യേശു പറഞ്ഞൊരു പ്രസ്താവന, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. മരിച്ചവർ എന്ന് പറയുമ്പോൾ യാതൊരു മാറ്റവും സ്വീകരിപ്പാൻ കഴിവില്ലാത്തവരാണ് മരിച്ച അവസ്ഥയിൽ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മതം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ആചാരങ്ങളും മരിച്ച അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളോ അന്വേഷിപ്പീൻ, കണ്ടെത്തും. പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക്, ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത അവസ്ഥകളിലേക്ക് പുരോഗമിക്കുവാനും ആ പുതുമയുടെ സന്തോഷവും പ്രസക്തിയും അനുഭവിപ്പാൻ നിങ്ങൾക്ക് ദൈവം അവകാശം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് യേശു വ്യക്തമായി പറയുകയാണ്. എന്നാൽ പുരോഹിത വർഗത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരവും എക്കാലവും അതിന് വിരുദ്ധമായിരുന്നു. നിങ്ങൾ പണ്ട് അറിഞ്ഞതും ആചരിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ ആവർത്തിക്കാവൂ. ആവർത്തനമല്ലാതെ അന്വേഷണം പാടില്ല. അന്വേഷണം ധിക്കാരമാണ്. ആവർത്തനം മാത്രമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പഠിപ്പിക്കത്തക്കവണ്ണം മൗഢ്യത്തിന്റെ മകുടങ്ങളായിരുന്നു എക്കാലത്ത് പുരോഹിതവർഗമെന്ന് യേശുവിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വചനം വെളിപ്പെടുത്തുമ്പോൾ പറയുന്നത്, കണ്ടാലും ഞാൻ സകലവും പുതുതാക്കും. പുരോഹിതവർഗം പറയുന്നത്, കണ്ടാലും ഞങ്ങൾ സകലതും പഴയതാക്കും. പഴയതിൽ മാത്രമാണ് നമുക്ക് ആശ്വാസം. ദൈവമോ സകലവും പുതുതാക്കും. ഈ ഒരു വ്യത്യാസം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ പറ്റിയുള്ള ചിന്തയിൽ അതിൽ പ്രസക്തമായ ആത്മീയമായ കാഴ്ചപ്പാട് എന്ത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ അതിലെപ്പോഴും സംഭവിക്കേണ്ട ഈ പുതുക്കത്തിൻ്റെ അനുഭവം, അത് പ്രാപിപ്പാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നിരന്തരമായ വളർച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഏവരും തിരിച്ചറിയണമെന്ന് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയാണ്. ഇനി നാം മുൻപോട്ട് പോകുമ്പോൾ അടുത്തായി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, വാട്ട് ഈസ് ആർ ലൈഫ് ബർഡൻഡ് വിത്ത്, വൈ ഈസ് ആർ ലൈഫ് ബർഡൻഡ് വിത്ത് മിയർ റെപ്പറ്റീവ്നെസ്? ഈ ആവർത്തനത്തിൻ്റെ ഭാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒടിയാറായി പോയത് എങ്ങനെയാണ്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആർ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. ചില കാര്യങ്ങൾ ദിനചര്യകളിൽ മാത്രം നമ്മുടെ കുടുംബ ജീവിതത്തെ പറ്റി നാം ആലോചിക്കുമ്പോൾ ദിനചര്യകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. അവ അനാവശ്യമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാവുന്നതല്ല നമ്മളുടെ ജീവിതവും നമ്മുടെ വ്യക്തിത്വവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദിനചര്യയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ശരീരം മാത്രമാണ്. യേശു പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ട് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തിന്? അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങൾ ആകെപ്പാടെ കൂട്ടാക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്, ചിന്തിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ നിങ്ങളൊരു ശരീരം മാത്രമല്ല, നിങ്ങളൊരു മനസ്സും ഒരു ആത്മാവും കൂടെയാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത
അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സമ്പത്ത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമായി തീരത്തക്കവണ്ണം പ്രയോജനപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവോ ആത്മീകമായ മേന്മയോ ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ എന്തെങ്കിലും അവസരം നാം അന്വേഷിക്കാറുണ്ടോ, സൃഷ്ടിക്കാറുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് കുടുംബത്തിലെ അംഗങ്ങളെ അറിയിക്കാറുണ്ടോ? ഇതൊന്നും നാം ചെയ്യാറില്ല. വെറും ശാരീരികമായ പ്രക്രിയകൾ, ദിനചര്യകൾ, ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഒരു ഭാരമായി തീരുന്നു എന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. പിന്നെ നമ്മുടെ അറിയേണ്ട ഒരു കാര്യം, ശരീരത്തിൻ്റെ സാധ്യതകൾ വളരെ പരിമിതമാണ്. ദ സ്കോപ്പ് ഓഫ് ദ ബോഡി ഈസ് ലിമിറ്റഡ്. അതുകൊണ്ടാണ് നമുക്ക് കുടുംബജീവിതത്തിൽ ബോറടി വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു വശമുണ്ട്. അത് ഞാൻ ചോദിച്ചാൽ, ഈ ദിനചര്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരു ഘടകം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവ് ഈ ദിനചര്യയ്ക്ക് അപ്പുറത്തുള്ള വലിയ സാധ്യതകളിലേക്ക് ചിറകടിച്ചുയരുവാൻ വെമ്പൽ കൊള്ളുന്നു. അതിനുള്ള കരുതൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വെറും ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ട ഭാരമാണ്, ജീവിതം എന്നെ ഒരു ചുമട്ടുതൊഴിലാളി ആക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് കുടുംബനാഥൻ അതിനേക്കാളേറെ വസ്ത്രത്തിൽ ന്യായമായ ഇപ്രകാരം തോന്നേണ്ടത് ഭാര്യയ്ക്കാണ്. എങ്കിലും ഇരുകൂട്ടരും കുടുംബജീവിതം വലിയ ഭാരമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു റെഫറൻസ്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഫെസോസിലെ സഭയ്ക്ക് ദൂത് പറയുന്ന വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവനയുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ആ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതാണ്. ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക കൊണ്ട് നാം അറിയുന്ന സ്നേഹമാണ്. അതിൻ്റെ ആവേശവും അതിൻ്റെ വിഭാവനകളും അതിൻ്റെ ഊർജവും അതിൻ്റെ നഷ്ടപ്പെട്ടു പോകാത്ത പുതുമയും അതിൻ്റെ അന്വേഷണ ബുദ്ധിയും അതിൻ്റെ ചോരത്തിളപ്പും അതെല്ലാം അങ്ങോട്ട് മാറിയിട്ട് ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെ ദിനചര്യയിൽ മാത്രം ശരീരം കൊണ്ട് പങ്കെടുക്കുന്ന ഒരു ന്യായമായും ഭാരം ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബജീവിതം നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഈ കാലത്തെ ആവശ്യകതയാണ്. എന്നാൽ ഒരു യുവതിയും യുവാവും പരസ്പരം സ്നേഹിച്ചിരുന്ന കാലത്ത്, വിവാഹത്തിന് മുൻപ് അവർ പരസ്പര സ്നേഹത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ പുതുമയുടെ ദിവസങ്ങളായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ നിമിഷം തൊട്ട് ആ പുതുമ നശിക്കുകയും അവരുടെ ബന്ധം തന്നെ ഭാരമായി പോകുന്നു എന്ന ഒരവസ്ഥയിൽ. അതിൻ്റെ കാരണം എന്നോട് എഴുതിയിരിക്കുന്നത് ദേ ബിഗിൻ ടു ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. അങ്ങനെ വരുമ്പോൾ ബോറടിക്കുക എന്നത് ന്യായമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ലോകത്തിലെ എല്ലാ വ്യക്തികളും പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമയാണ്. എവറി പേഴ്സൺ ഈസ് സ്പെഷ്യൽ. ആ ഒരു വലിയ ദൈവീകമായ അനുഗ്രഹത്തെ വേണ്ടതുപോലെ തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകളെ യേശു പറയുന്ന പോലെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഈ ബോറടി എന്ന് പറയുന്ന കാര്യം വരാൻ യാതൊരു സാധ്യതയുമില്ല. നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോട് നീതി പാലിക്കാൻ കൂട്ടാക്കുമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സഹയാത്രികയായ അല്ലെങ്കിൽ നമ്മുടെ ജീവിയായ സഹപാഠിയായ അല്ലെങ്കിൽ നമ്മുടെ സഹപങ്കാളിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയുകയും അതിനെ വിലമതിക്കുകയും മാനിക്കുകയും ചെയ്യാൻ കൂട്ടാക്കുമെങ്കിൽ ആ ബന്ധം തീർച്ചയായും അതിൻ്റെ പുതുമ നശിക്കാതെ എന്നേക്കുമായി നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് എന്ന്
നിങ്ങളുടെ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. എല്ലാറ്റിനും ഉപരിയായി അങ്ങനെ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയുന്ന അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാതിരിക്കാൻ, ആദരിക്കാതിരിക്കാൻ, അനുസരിക്കാതിരിക്കാൻ അവരുടെ മക്കൾക്കും സാധ്യമല്ല. അത്രമാത്രം പ്രാവർത്തികമായ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് ഇത് എന്ന് ദയവായി ഏവരും തിരിച്ചറിയണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ താല്പര്യമുള്ളവർ തിരിച്ചറിയേണ്ട ഒരു അടിസ്ഥാന പ്രമാണം കുടുംബ ജീവിതത്തിൻ്റെ സംതൃപ്തിയും സമാധാനവും സന്തോഷവും സൗന്ദര്യവും വേരൂന്നി നിൽക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധം നിരന്തരമായി അതിൻ്റെ പുതുമ നിലനിർത്തുക മാത്രമല്ല, അത് കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമാണ്. അതിൻ്റെ മർമ്മ പ്രധാനമായ തിരിച്ചറിവാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും വ്യക്തിത്വത്തിൽ നിരന്തരമായി സംഭവിക്കേണ്ട വളർച്ച. അങ്ങനെ വ്യക്തിത്വത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്ന രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ മാത്രമേ അവരുടെ ബന്ധത്തിൽ എന്നേക്കുമായി അവസാനിക്കാത്ത പുതുക്കത്തിൻ്റെ മാധുര്യവും ആരോഗ്യവും യുവത്വവും നിലനിൽക്കുകയുള്ളൂ എന്നത് ജീവിത യാഥാർത്ഥ്യമാണ്, അനുഭവ സത്യമാണ്. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും അതിൻ്റെ പ്രസരിപ്പിൻ്റെയും അടിസ്ഥാന മർമ്മമാണ്. നാം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരു നദി ഒഴുകുന്നു. നദിയിലെ വെള്ളം അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഇടയാകുന്നത് ആ ഒഴുക്ക് ഉള്ളത് കൊണ്ടാണ്. ഒഴുകുക എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോവുകയാണ്. അതിലെ വെള്ളം അനുദിനം അനുനിമിഷം പുതുക്കൽ പ്രാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതേസമയം ഒരു സ്ഥലത്ത് അതേ നദിയിലെ വെള്ളം വേറിട്ട് ചലനമില്ലാതെ കെട്ടിക്കിടന്നാൽ അതിനകത്ത് കൊതുക് വരുന്നു, അല്ലെങ്കിൽ ഇലകൾ വീണ് ചീഞ്ഞ് നാറുന്നു. അത് മനുഷ്യർക്ക് ഒരു വിധത്തിലും കുടിക്കാൻ വയ്യാത്ത വിധത്തിൽ, മറ്റൊരു വിധത്തിലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിൻ്റെ ശുദ്ധി നശിച്ചു പോകുന്നു. ഇത് മനുഷ്യ ജീവിതത്തിലും മനുഷ്യ ബന്ധത്തിലും എല്ലാം അന്വർത്ഥമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ നിരന്തരമായ വളർച്ച പ്രാപിക്കുകയും തൽഫലമായി നമ്മുടെ ബന്ധങ്ങളിൽ പുതുജീവൻ ഉണർന്നു വരികയും ചെയ്യുന്നൊരവസ്ഥയിൽ മാത്രമേ ബന്ധങ്ങൾ അനുഗ്രഹമാണ്, അത് അവസാനിക്കാത്ത സന്തോഷത്തിൻ്റെ ഉറവിടമാണ് എന്ന അനുഭവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. വളരാത്ത വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതിന് പകരം അത് വലിയ ഭാരമായി അനുഭവപ്പെടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്രകാരം ദൈവം പ്രകൃതിയിൽ നിരന്തരമായി പുതുക്കം പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഓരോ ദിവസവും പുതുമയാണ്. ആഴ്ചയിൽ 7 ദിവസമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ബുധനാഴ്ച പോലെയല്ല ഈ ആഴ്ചയിലെ ബുധനാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച പോലെയല്ല ഈ ഞായറാഴ്ച. പേരൊന്നാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം വളരെ വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ അവസ്ഥയിലല്ല നിങ്ങൾ ഈ ഞായറാഴ്ചയിൽ ആയിത്തീരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ദൈവം സൃഷ്ടിച്ച മർമ്മമാണ്. അങ്ങനെ എല്ലാം പുതുതായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയുടെ മധ്യത്തിൽ വ്യക്തികൾ മാത്രം എസെക്കിയേൽ പ്രവാചകന്റെ ദർശനത്തിൽ കാണുന്നത് പോലെ ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ കൂമ്പാരം പോലെ സ്ഥിതി ചെയ്യുമ്പോൾ, ഈ അസ്ഥികൾ തമ്മിൽ പരസ്പരം വേഴ്ചയിലേർപ്പെട്ടാൽ, കല്യാണം കഴിച്ചാൽ, അതുകൊണ്ട് എന്ത് സന്തോഷം, എന്ത് മാധുര്യം, എന്ത് നിർവൃതി ജനിപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതം ഭാരമാണ്,
അല്ലെങ്കിൽ ഞാനിങ്ങനെ വിവാഹം ചെയ്തു പോയത് എനിക്ക് വലിയ അപകടമായി പോയി, ഇത് ഇങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അറിയാതെ ഞാനിത് വലിച്ച് തലയിൽ വെച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവർ ഈ വീഡിയോയുടെ ഉള്ളടക്കം വളരെ ശ്രദ്ധയോടെ, സാവകാശത്തിൽ, ക്ഷമയോടെ പരിഗണിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിടുതലിന് നിദാനമായ തിരുത്തലുകൾ പ്രാപിപ്പാൻ കൂട്ടാക്കുകയും ചെയ്യുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹത്തിന് വഴി ഒരുക്കും എന്നതിന് യാതൊരു സംശയമില്ല. ആ അനുഗ്രഹം നമ്മളിൽ മാത്രമല്ല വരുന്ന തലമുറകളിലും അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും എന്നത് ഒരു വലിയ ആവേശത്തിന്, ന്യായം അല്ലെങ്കിൽ ആവേശത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ആശയങ്ങളെ അല്പം ക്ഷമയോടുകൂടെ പരിഗണിക്കുകയും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു. ബാക്കിയുള്ള ചില ഘടകങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും അതിൽ ഈ ഒരു വിഷയം ഉപസംഹരിക്കുകയും ചെയ്യുമെന്ന് ഏവരെയും അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം.